സോ നമ്മളിപ്പോൾ പഠിച്ചില്ലേ, ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ബേസിക്സ് പഠിച്ചില്ലേ, അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ഇത്രയും കൂടി ന്യൂമറിക്സും കൂടി ഇത്തിരി നമ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സെയിം സിമിലർ നേച്ചർ എക്സാമ്പിളാണ്, കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നോക്കിയറാം. സോ നമുക്കൊരു കമ്പനി ഉണ്ട്, അമുൽ എന്നാണ്. അമുലില്ലേ, അമുലാണ് നമ്മുടെ കമ്പനി. അമുൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, ഇതാണ് കമ്പനി. ഈ കമ്പനിയിൽ 2 ഡിവിഷൻ ഉണ്ട്. ഓക്കെ, തൽക്കാലം നമുക്ക് വിചാരിക്കാം 2 ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ 1 മിൽക്ക് പ്രൊഡ്യൂസിങ് ഡിവിഷനാണ്. ഡിവിഷൻ 2 ഐസ്ക്രീം പ്രൊഡ്യൂസിങ് ഡിവിഷനാണ്. ഓക്കെ, ഒരു ഡിവിഷനിൽ മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട്. മിൽക്ക് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് അവർ പ്രോസസ്സ് ചെയ്ത് പാക്കറ്റ്സിലാക്കുന്ന ടൈപ്പ് ഡിവിഷൻ. അതായത് അൺപ്രോസസ്ഡ് മിൽക്ക് ആയിരിക്കുമല്ലോ, റോ മിൽക്ക് ആയിരിക്കുമല്ലോ, അതിനെ പ്രോസസ്സ് ചെയ്ത് പാസ്ചറൈസോ അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നില്ലേ, അത് ചെയ്യുന്ന ഡിവിഷൻ. രണ്ടാമത്തെ ഡിവിഷനിൽ ഇവർ ഐസ്ക്രീം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവിഷനാണ്. ക്ലിയർ അല്ലേ? ശരി, അപ്പം മിൽക്ക് പ്രൊഡ്യൂസിങ് ഡിവിഷൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാമ്പിൾ നിങ്ങൾ നോട്ടിലോട്ട് എഴുതിക്കോ കേട്ടോ. പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുത്തോ, ഞാനിതിൽ കാണിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ എഴുതിയെടുത്തോ. അപ്പോൾ മിൽക്ക് പ്രൊഡ്യൂസിങ് ഡിവിഷൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ദേ സെൽ മിൽക്ക് ടു എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. ആൾക്കാർക്ക് പാക്കറ്റിൽ മിൽക്ക് സെല് ചെയ്യാനുണ്ട്. ഒരു പാക്കറ്റിന് എത്ര റുപ്പീസ്? 30 റുപ്പീസാണ് ഇവരുടെ സെല്ലിംഗ് പ്രൈസ്, 30 റുപ്പീസ് പെർ പാക്കറ്റ്. അതേപോലെ ഈ മിൽക്ക് പ്രൊഡ്യൂസിങ് ഡിവിഷൻ ട്രാൻസ്ഫേഴ്സ് മിൽക്ക് ടു ഐസ്ക്രീം ഡിവിഷൻ. ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. 20 റുപ്പീസ് പെർ പാക്കറ്റിനാണ് ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ മിൽക്കിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാക്കറ്റിന് 15 രൂപയാണ് വേരിയബിൾ കോസ്റ്റ്. അതിപ്പോൾ ട്രാൻസ്ഫർ ചെയ്താലും സെല്ല് ചെയ്താലും എല്ലാം വേരിയബിൾ കോസ്റ്റ് സെയിം ആണ്, 15 രൂപ. ഓക്കെ, ഇനി ഇവർ 1,00,000 പാക്കറ്റ് സെല്ല് ചെയ്യുന്നുണ്ട്, 50,000 പാക്കറ്റ് ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1,50,000 പാക്കറ്റ്. ക്ലിയർ അല്ലേ? 1,00,000 പാക്കറ്റ് സെല്ല് ചെയ്യുന്നു ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിന്, 50,000 പാക്കറ്റ് ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യും. ശരി, ഓക്കെ. ഇനി ഐസ്ക്രീം ഡിവിഷൻ എന്താ ചെയ്യണത്? ഐസ്ക്രീം പ്രൊഡ്യൂസിങ് ഡിവിഷൻ പർച്ചേസസ് മിൽക്ക് ഫ്രം മിൽക്ക് ഡിവിഷൻ. ഇവർക്ക് മിൽക്ക് വേണ്ടേ? സോ മിൽക്ക് ഡിവിഷനിൽ നിന്ന് മിൽക്ക് വാങ്ങിക്കും, അത് ഐസ്ക്രീം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ ഉണ്ട്. 1 കപ്പ് ഓഫ് ഐസ്ക്രീം റിക്വയർസ് 1 പാക്കറ്റ് ഓഫ് മിൽക്ക്. ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. 1 കപ്പ് ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ 1 പാക്കറ്റ് മിൽക്ക് വേണം. ക്ലിയർ ആണോ? ശരി. ഐസ്ക്രീമിൻ്റെ സെല്ലിംഗ് പ്രൈസ് 40 റുപ്പീസ് പെർ കപ്പാണ്. 1 കപ്പ് ഐസ്ക്രീമിൻ്റെ സെല്ലിംഗ് പ്രൈസ് 40 രൂപ. ക്വാണ്ടിറ്റി ഓഫ് ഐസ്ക്രീം സോൾഡ്. എത്ര ഐസ്ക്രീം സെല്ല് ചെയ്യാൻ പറ്റി? ഇവർക്ക് 50,000 പാക്കറ്റ് മിൽക്കല്ലേ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്, ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ 50,000 പാക്കറ്റ് വെച്ചിട്ട് 50,000 കപ്പ് ഐസ്ക്രീം എല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവർ സെല്ല് ചെയ്തേക്കുന്നത്. ക്ലിയർ ആണോ? 1 പാക്കറ്റ് വേണം 1 കപ്പ് ഐസ്ക്രീം ഉണ്ടാക്കാൻ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് 1 കപ്പ് ഐസ്ക്രീമിൻ്റെ വേരിയബിൾ കോസ്റ്റ് എക്സ്ക്ലൂഡിങ് ദ കോസ്റ്റ് ഓഫ് മിൽക്ക്. മിൽക്കിൻ്റെ കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ടില്ല കേട്ടോ. എന്താ കൺസിഡർ ചെയ്തത്? നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവർ കൺസിഡർ ചെയ്തിട്ടില്ല. ഈ ഫിഗർ പറഞ്ഞപ്പോൾ അത് എടുത്തിട്ടില്ല. മിൽക്കിൻ്റെ കോസ്റ്റ് ഇല്ലാതെ ബാക്കി കോസ്റ്റുകൾ നോക്കിയാൽ 1 കപ്പ് ഐസ്ക്രീമിന് 10 രൂപയാണ്. ₹10 പെർ കപ്പ് എന്നാണ് ഇത്. ₹10 പെർ കപ്പ്. 1 കപ്പ് ഐസ്ക്രീമിന് 10 രൂപ. 10 രൂപ ഉള്ളത് ഉണ്ടാക്കാൻ. അല്ല, അതിൽ മിൽക്കിൻ്റെ കോസ്റ്റും കൂടെ ആഡ് ചെയ്യണം. 1 പാക്കറ്റ് മിൽക്കിൻ്റെ കോസ്റ്റ് കൂടെ ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? ട്രാൻസ്ഫർ പ്രൈസ് ഇല്ലേ, നമ്മൾ പഠിച്ചില്ലേ? ഇനി ഈ ഡിവിഷൻ്റെ ഫിക്സഡ് കോസ്റ്റ്, മിൽക്ക് ഡിവിഷൻ്റെ ഫിക്സഡ് കോസ്റ്റ് 7.5 ലക്ഷം രൂപയാണ് ഒരു പീരീഡിന്. ഐസ്ക്രീം ഡിവിഷൻ്റെ ഫിക്സഡ് കോസ്റ്റ് 2 ലക്ഷം രൂപയാണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 2 ഡിവിഷൻ്റെയും പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ. ആരാണ് സപ്ലൈയിങ് ഡിവിഷൻ, ആരാണ് റിസീവിംഗ് ഡിവിഷൻ? മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഡിവിഷൻ ഇസ് ദ സപ്ലൈയിങ് ഡിവിഷൻ ആൻഡ് ഐസ്ക്രീം ഡിവിഷൻ ഇസ് ദി റിസീവിംഗ് ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ പ്രൈസ് ഇസ് ദ ഇന്റേണൽ പ്രൈസ് ഫിക്സ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് മിൽക്ക് ഫ്രം മിൽക്ക് ഡിവിഷൻ ടു ഐസ്ക്രീം ഡിവിഷൻ. മിൽക്ക് ഡിവിഷനിൽ നിന്ന് ഐസ്ക്രീം ഡിവിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ മിൽക്കിൻ്റെ സെല്ലിംഗ് പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്ഫർ പ്രൈസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് ട്രാൻസ്ഫർ പ്രൈസ്? 20 റുപ്പീസാണ്. 1 പാക്കറ്റിന് 20 റുപ്പീസ്. ഇതാണ് TP. അപ്പോൾ ഈ 30 എന്താണ്? 30 സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ അല്ലേ? 40 റുപ്പീസ് എന്താണ്? ഇതും സെല്ലിംഗ് പ്രൈസ്. ബിക്കോസ് ഇതൊക്കെ എക്സ്റ്റേണൽ സെയിൽസ് ആണ്. ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യണതിന് മാത്രം, അതിൻ്റെ സെല്ലിംഗ് പ്രൈസിനെ മാത്രം വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ പ്രൈസ്. ക്ലിയർ അല്ലടാ? ശരി, ഓക്കെ. ഇനി ഈ TP എന്ന് പറഞ്ഞാൽ എന്താണ്?
സപ്ലൈയിങ് ഡിവിഷൻ, അതായത് മിൽക്ക് ഡിവിഷന് ടി പി എന്ന് പറയുന്നത് വരുമാനം, ഇൻകം ആണ്. പർച്ചേസിങ് ഡിവിഷൻ, അതായത് റിസീവിങ് ഡിവിഷൻ, ഐസ്ക്രീം ഡിവിഷന് ഈ ടി പി എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റ് ആണ്. ഇവർ മിൽക്ക് പർച്ചേസ് ചെയ്യുമല്ലേ 20 രൂപയ്ക്ക്, മറ്റേവർ മിൽക്ക് സെല്ല് ചെയ്യുവാണ് 20 രൂപയ്ക്ക്, ഇൻറ്റേർണലി സെല്ല് ചെയ്യുവാണ്. ഐസ്ക്രീം ഡിവിഷൻ 20 രൂപയ്ക്ക് മിൽക്ക് ഇൻറ്റേർണലി പ്രൊക്യൂർ ചെയ്യുവാണ്. അപ്പോൾ മിൽക്ക് ഡിവിഷന് ട്രാൻസ്ഫർ പ്രൈസ് ഇൻകം ആണ്, ഐസ്ക്രീം ഡിവിഷന് ട്രാൻസ്ഫർ പ്രൈസ് എക്സ്പെൻസ് ആയിട്ട് വരും. ക്ലിയർ ആണോ? ശരി. അപ്പോൾ നമ്മൾ രണ്ട് ഡിവിഷൻ്റെയും പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ശരി. സോ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങൾ കോപ്പി ചെയ്ത് എടുത്തല്ല അല്ലേടാ? കോപ്പി ചെയ്തില്ലേ? ശരി. സോ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫസ്റ്റ് നമ്മൾ മിൽക്ക് ഡിവിഷൻ്റെ ചെയ്യാം. മിൽക്ക് ഡിവിഷൻ, മിൽക്ക് ഡിവിഷൻ്റെ റവന്യൂ ഒരു എമൗണ്ട് കോളം, 2 എമൗണ്ട് കോളം ഇട്ടേക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ആവശ്യം വരില്ല, ഒരു എമൗണ്ട് കോളം മതി. ഓക്കെ, മിൽക്ക് ഡിവിഷൻ്റെ റവന്യൂ, എക്സ്റ്റേണൽ സെയിൽ, പുറത്ത് സെല്ല് ചെയ്യുന്നില്ലേ അതിൻ്റെ റവന്യൂ എത്രയാണ്? എക്സ്റ്റേണലി സെല്ല് ചെയ്യണത് എത്ര യൂണിറ്റ്സ് ആടാ? 1,00,000 യൂണിറ്റ്സ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാടാ? 30 റുപ്പീസ് അല്ലേ? ഒന്ന് ചെക്ക് ചെയ്തേ. അതെ, 30. അപ്പോൾ റവന്യൂ എത്ര റുപ്പീസ് വരും? 30 lakhs. റവന്യൂ ഫ്രം ഇന്റേണൽ ട്രാൻസ്ഫർ, എത്ര യൂണിറ്റ്സ് ആണ്? 50,000 യൂണിറ്റ്സ്. ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ്? 20 രൂപ. അപ്പോൾ എത്ര വരും? 10 ലക്ഷം. സോ ടോട്ടൽ റവന്യൂ ഇസ് 40 lakhs. അപ്പോൾ ഈ 30 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, 20 എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പ്രൈസ് ആണ്. ക്ലിയർ അല്ലേടാ? ശരി. ഇനി റവന്യൂവിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ്, നമ്മളിപ്പോൾ ഏത് ഡിവിഷൻ്റെ ചെയ്യണത്? ഞാനിവിടെ ക്ലിയർ ആയിട്ട് എഴുതി വയ്ക്കുകയാണ്. നമ്മൾ ചെയ്യണത് മിൽക്ക് ഡിവിഷനാണ്. റവന്യൂവിൽ നിന്ന് ലെസ് വേരിയബിൾ കോസ്റ്റ്, എത്ര യൂണിറ്റ്സിൻ്റെ വേരിയബിൾ കോസ്റ്റ് എടുക്കണം? 1 lakh + 50,000 അല്ലേ? 1.5 ലക്ഷത്തിൻ്റെ റവന്യൂ എടുത്തിട്ടില്ലേ? അത്രയും യൂണിറ്റ്സിൻ്റെ വേരിയബിൾ കോസ്റ്റ്. 1,50,000 യൂണിറ്റ്സ് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? ഇവർ പറയുന്നുണ്ട് വേരിയബിൾ കോസ്റ്റ് ഇസ് 15. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, മൾട്ടിപ്ലൈ ചെയ്തെടുക്കട്ടെ. 1,50,000 ഇൻറ്റു 15, 22,50,000 ആണ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത കോൺട്രിബ്യൂഷൻ -40 lakhs, 17,50,000. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഇസ് 17,50,000. കോൺട്രിബ്യൂഷനിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ്. 7,50,000 ആയിരുന്നില്ലേ? ഒന്ന് ചെക്ക് ചെയ്തേ. അതെ, ഫിക്സഡ് കോസ്റ്റ് ഓഫ് ദ ഡിവിഷൻ 7,50,000. അത് മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും 10 ലക്ഷം. ക്ലിയർ ആണോ? ശരി. ഇത് ആരുടെയാണ് ചെയ്തത്? മിൽക്ക് ഡിവിഷൻ. ഇതേപോലെ ഇതിപ്പോൾ എ എന്ന് എഴുതുവാണേ, എ പാർട്ട് എ ആണ് മിൽക്ക് ഡിവിഷൻ. ഇതേപോലെ ബി ചെയ്യുവാണ് എന്ത് ഡിവിഷൻ? ഐസ്ക്രീം ഡിവിഷൻ. ഐസ്ക്രീം ഡിവിഷൻ റവന്യൂ എത്ര ഐസ്ക്രീംസ് ആണോ? നമ്മൾ 50,000 കപ്പ് 50,000 പാക്കറ്റ് മിൽക്കല്ലേ ട്രാൻസ്ഫർ ചെയ്തത്, അത് വെച്ചിട്ട് 50,000 കപ്പ് ഐസ്ക്രീമല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ റവന്യൂ 50,000 കപ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ക്വസ്റ്റനിൽ? 40 പെർ കപ്പാണ് വന്നേക്കുന്നത്, ഇൻറ്റു 40. അപ്പോൾ എത്ര? 20 ലക്ഷം അല്ലേ? 2 ലക്ഷം 20 ലക്ഷം. ശരി. ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. വേരിയബിൾ കോസ്റ്റ് എടുക്കുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. കോസ്റ്റ് ഓഫ് മിൽക്ക് ഉണ്ട്, അതർ വേരിയബിൾ കോസ്റ്റ് ഉണ്ട് അല്ലേ? ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ മിൽക്ക് വേണം, അതർ വേരിയബിൾ കോസ്റ്റ്. അതർ വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മിൽക്കിൻ്റെ കോസ്റ്റ് ഇടാതെയുള്ള വേരിയബിൾ കോസ്റ്റ് 10 rupees പെർ കപ്പാണ്. 50,000
കപ്സ് ഇൻറ്റു 10, അപ്പോൾ 5 lakhs. കോസ്റ്റ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ പ്രൈസ്. ഒരു ഡിവിഷന് ഇൻകം ആണ് അല്ലേ? മിൽക്ക് ഡിവിഷൻ മിൽക്ക് സെല് ചെയ്യണത് 10 ലക്ഷം രൂപയ്ക്കാണ്. ആർക്ക് സെല് ചെയ്യണത്? ഐസ്ക്രീം ഡിവിഷന്. ഇതേ 10 ലക്ഷം രൂപ ഐസ്ക്രീം ഡിവിഷനിൽ എന്തായിട്ട് എടുക്കണം? എക്സ്പെൻസ് ആയിട്ട് എടുക്കണം അല്ലേ? ഒരു ഡിവിഷനിൽ നിന്ന് വേറെ ഡിവിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, 10 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഇൻകം ആണ്, കൊടുത്തത് ആരാണ്? അയാൾക്കത് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതേ 10 ലക്ഷം രൂപ നമ്മളിവിടെ എക്സ്പെൻസ് ആയിട്ട് എഴുതും. ക്ലിയർ അല്ലേ? ട്രാൻസ്ഫർ പ്രൈസ് ക്ലിയർ ആണോ? നമ്മൾ പഠിച്ചില്ലേ, ടി പി ഈസ് ഇൻകം ഫോർ വൺ ഡിവിഷൻ, വിച്ച് ഡിവിഷൻ? സപ്ലൈയിങ് ഡിവിഷൻ. ആൻഡ് ടി പി ഈസ് എക്സ്പെൻസ് ഫോർ അനദർ ഡിവിഷൻ, വിച്ച് ഡിവിഷൻ? റിസീവിംഗ് ഡിവിഷൻ. നെയ്തർ ഫോർ ദ കമ്പനി. എന്തുകൊണ്ടാണ് കമ്പനിക്ക് ഇത് ബാധിക്കാത്തത്? ബിക്കോസ് ഒരു ഡിവിഷൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്പെൻസ്, വേറെ ഡിവിഷൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻകം. അപ്പോൾ ഒരു സ്ഥലത്ത് എക്സ്പെൻസ്, ഒരു സ്ഥലത്ത് ഇൻകം, ക്യാൻസലായി പോകില്ലേ? അതുകൊണ്ടാണ് കമ്പനീനെ ഇത് ബാധിക്കത്തില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻ എത്ര വരും? കോൺട്രിബ്യൂഷൻ 20 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷം പോയി കഴിഞ്ഞാൽ 5 ലക്ഷം അല്ലടോ, 5 ലക്ഷം. ശരി, 5 ലക്ഷത്തിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ്. ഈ ഡിവിഷൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണോ? 2 ലക്ഷം. സോ പ്രോഫിറ്റ് 3 ലക്ഷം. ക്ലിയർ ആണോ? ശരി, ഇനിയില്ലേ തൽക്കാലം നമുക്ക് ഈ പ്രോഫിറ്റിന് എ എന്ന് വിളിക്കാം, രണ്ടാമത് കണ്ടുപിടിച്ച പ്രോഫിറ്റിനെ ബി എന്ന് വിളിക്കാം. നമുക്ക് എങ്ങാനും കമ്പനിയുടെ പ്രോഫിറ്റ് വേണമെങ്കിൽ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനിയുടെ മൊത്തം പ്രോഫിറ്റബിലിറ്റി വേണമെങ്കിൽ എ പ്ലസ് ബി അങ്ങ് ചെയ്താൽ മതി. 10 lakhs പ്ലസ് 3 lakh. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ്? 13 ലക്ഷം. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി 13 ലക്ഷം. ക്ലിയർ അല്ലേടാ? സംഭവം ക്ലിയർ അല്ലേ? അടിപൊളിയല്ലേ? ശരി, ഇനിയില്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി കാണിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്ന സാധനം കമ്പനീനെ ബാധിക്കത്തില്ല, കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുവാണേ. ഇനി if there was no transfer price, ട്രാൻസ്ഫർ പ്രൈസ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഈ കമ്പനി സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആയിരുന്നെന്ന് വിചാരിക്കും. ദ കമ്പനി ഈസ് എ സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആൻഡ് there is no transfer price for internal transfer. ഇന്റേണൽ ട്രാൻസ്ഫറിന് ട്രാൻസ്ഫർ പ്രൈസ് ഒന്നും ഇല്ല. നമുക്ക് ഓരോ ഡിവിഷൻ്റെ പ്രോഫിറ്റ് ഒന്നും വേണ്ട, കമ്പനിയുടെ മൊത്തം പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അതായിരുന്നു സിറ്റുവേഷൻ എങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്? ഹൗ വിൽ ബി ദ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്? കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് കേട്ടോ വരയ്ക്കുന്നത്. ട്രാൻസ്ഫർ പ്രൈസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? റവന്യൂ, 2 സ്ഥലത്താണ് റവന്യൂ. റവന്യൂ വരാൻ പോകുന്നത് അല്ല, റവന്യൂ എന്ന് തുടങ്ങണ്ട, ഞാൻ വേറൊരു രീതിയിൽ കാണിക്കുകയാണ്. കമ്പനിക്ക് കോൺട്രിബ്യൂഷനിൽ നിന്ന് തുടങ്ങിയാൽ പോരെ? കോൺട്രിബ്യൂഷൻ ഫ്രം, ഒരു മിനിറ്റ്, കോൺട്രിബ്യൂഷനിൽ നിന്ന് തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവോ അല്ലെങ്കിൽ റവന്യൂ എന്ന് തുടങ്ങി കാണിക്കണോ എന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. റവന്യൂ എന്ന് തുടങ്ങി കാണിക്കുക, അതാ കുറച്ചും കൂടെ ഈസി. കോൺട്രിബ്യൂഷനിൽ നിന്ന് തുടങ്ങിയാലും ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇത് ഫസ്റ്റ് പഠിപ്പിക്കുന്നതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് എങ്ങനെ മനസ്സിലാവും അത് ഞാൻ നോക്കുകയാണ്, ഇത്രേ ഉള്ളൂ. സോ റവന്യൂ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ റവന്യൂ കമ്പനിക്ക് എവിടെ നിന്നാണ് റവന്യൂ ഉള്ളത്? ഒന്ന് ഫ്രം സെയിൽ ഓഫ് മിൽക്ക് സെല് ചെയ്യുമ്പോൾ കമ്പനിക്ക് റവന്യൂ ഉണ്ട്. റവന്യൂ ഫ്രം സെയിൽ ഓഫ് ഐസ്ക്രീം. ഓക്കെ, മിൽക്ക് സെല് ചെയ്യുമ്പോൾ റവന്യൂ എത്രയാണ്? മിൽക്ക് സെല് ചെയ്യുമ്പോൾ അതെ മിൽക്ക് ഡിവിഷനിൽ നിന്ന് എക്സ്റ്റേണൽ മാത്രം എടുത്താൽ പോരെ, പുറത്തേക്ക് സെല് ചെയ്യുമ്പോൾ 30 lakhs. ഇതാണ് റവന്യൂ. ഐസ്ക്രീം സെല് ചെയ്യുമ്പോൾ റവന്യൂ എത്രയാണ്? ഐസ്ക്രീമും എക്സ്റ്റേണലി സെല് ചെയ്യുമ്പോൾ എത്രയാണ് റവന്യൂ? 20 lakhs. ശരി, റവന്യൂ ഫ്രം സെയിൽ ഓഫ് മിൽക്ക് 30 lakhs, റവന്യൂ ഫ്രം സെയിൽ ഓഫ് ഐസ്ക്രീം 20 lakhs.
ഇതെന്താ ഇങ്ങനെ ചെയ്യണത്? അത് വേറെ വേറെ ഡിവിഷനിലല്ലേ? അതേ, വേറെ വേറെ ഡിവിഷനിലാണ്. നമ്മൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറയുവാണ് മൊത്തമായിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് റവന്യൂ. കമ്പനിക്ക് മൊത്തം 50 ലക്ഷം റവന്യൂ ഉണ്ട്. ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ റവന്യൂ നമ്മൾ നോക്കിയില്ല. ബിക്കോസ് ഇന്റേണൽ റവന്യൂ എന്ന് പറയുന്നത് ഒരു റവന്യൂ അല്ലല്ലോ. കമ്പനിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് റവന്യൂ അല്ലല്ലോ. റവന്യൂ ഇന്ന് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ്, 2 വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഒന്ന് വേരിയബിൾ കോസ്റ്റ് ഐസ്ക്രീം. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് ഓഫ്, ഒരു മിനിറ്റ്, വേരിയബിൾ കോസ്റ്റ് ഓഫ് മിൽക്കിൻ്റെ വേരിയബിൾ കോസ്റ്റ്. എത്ര മിൽക്കാണ്ടാ? അല്ല, വേരിയബിൾ കോസ്റ്റിലല്ലേ? ഒരു മിനിറ്റ്, ഇങ്ങനെ എടുത്താൽ പോരെ? ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചോട്ടെ. വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ഓഫ് മിൽക്ക്, അതുപോലെ വേരിയബിൾ കോസ്റ്റ് ഓഫ് ഐസ്ക്രീം. കോസ്റ്റ് ഓഫ് മിൽക്ക്, കോസ്റ്റ് ഓഫ് ഐസ്ക്രീം. കോസ്റ്റ് ഓഫ് മിൽക്ക് എടുക്കുമ്പോഴേ എത്ര കോസ്റ്റ് എടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോസ്റ്റ് ഓഫ് മിൽക്ക് എടുക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇത്തിരി ട്രിക്കിയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. മിൽക്കിൻ്റെ കോസ്റ്റ് എടുക്കുമ്പോൾ, ഒരു മിനിറ്റ്, നമ്മൾ എക്സ്റ്റേണലി സെല്ല് ചെയ്തത് എത്ര മിൽക്കാണ്? 1 lakh പാക്കറ്റ്സ് അല്ലേ? 1 ലക്ഷം പാക്കറ്റാണ്. പക്ഷെ ഞാൻ കോസ്റ്റ് ഓഫ് മിൽക്ക് എടുക്കുമ്പോൾ 1 ലക്ഷം പാക്കറ്റ് മിൽക്ക്, 1 ലക്ഷത്തിൻ്റെ അല്ല, 1.5 ലക്ഷത്തിൻ്റെ കോസ്റ്റ് ഞാനിവിടെ എടുക്കുവാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് 50,000 കപ്പ് ഐസ്ക്രീം ഉണ്ടാക്കാൻ 50,000 പാക്കറ്റ് മിൽക്ക് വേണം. ഓക്കെ, അപ്പോൾ ഈ മൊത്തം കോസ്റ്റ് ഞാനിവിടെ എടുക്കുവാണ് കേട്ടോ. കോസ്റ്റ് ഓഫ് മിൽക്ക് 1,50,000 പാക്കറ്റ്സ് മിൽക്ക് ഉണ്ടാക്കേണ്ടി വന്നു. ഇതിൻ്റെ കോസ്റ്റ് എത്ര റുപ്പീസ്? 15 രൂപ വെച്ചിട്ട് 1,50,000 into 15, 22,50,000. ഓക്കെ, കോസ്റ്റ് ഓഫ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേറെ എത്ര രൂപ ചിലവ് വന്നു? 50,000 കപ്പ് ഐസ്ക്രീം അല്ലടാ ഉണ്ടാക്കിയത്. ഓക്കെ, ഇത്രയും കപ്പ് ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോൾ 10 രൂപ വെച്ചല്ലേ വേറെ കോസ്റ്റ് വന്നത്. മിൽക്കിൻ്റെ കോസ്റ്റ് എടുക്കണ്ട, കാരണം മിൽക്കിൻ്റെ കോസ്റ്റ് ഞാൻ ഇവിടെ എടുത്തല്ലോ. അപ്പോൾ 50,000 into 10 എത്ര വന്നു? 5 ലക്ഷം. സോ ഇത് മൈനസ് ചെയ്താൽ വേരിയബിൾ കോസ്റ്റ് എത്ര? 27,50,000 ആണ്. ഇത് മൈനസ് ചെയ്താൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര വരും? കമ്പനിയുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇസ് 50 lakh മൈനസ് 27,50,000 ചെയ്താൽ 22,50,000 എന്ന് വരും. ക്ലിയർ ആണോടോ? ശരി, ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ്, കമ്പനിയുടെ മൊത്തം ഫിക്സഡ് കോസ്റ്റ് അതെത്ര വരും? കമ്പനിയുടെ മൊത്തം എന്ന് പറഞ്ഞാൽ 7.5 ലക്ഷം പ്ലസ് 2 ലക്ഷം, 9.5 ലക്ഷം ഫിക്സഡ് കോസ്റ്റ്. 9,50,000 ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്തപ്പോൾ കണ്ടോ 13 lakhs തന്നെ വന്നത്. കണ്ടോ 13 lakhs പ്രോഫിറ്റ്. കമ്പനിയുടെ പ്രോഫിറ്റ് എത്ര വന്നു? 13 lakhs. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞ സാധനം കമ്പനീനെ ബാധിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് എടുത്തു പോലും ഇല്ലല്ലോ. ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞ സാധനം എടുത്തേ ഇല്ല, എന്നിട്ടും സെയിം പ്രോഫിറ്റ് തന്നെ കിട്ടി. എന്തുകൊണ്ട് കിട്ടി? ബിക്കോസ് ഈ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞ സാധനം ഒരു ഡിവിഷനിൽ ഇൻകം ആണ്. എത്രയാണോ ഇൻകം അതേ സെയിം എമൗണ്ട് വേറെ ഡിവിഷനിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ മൊത്തമായിട്ട് നോക്കുമ്പോൾ കമ്പനിയുടെ ഓവറോൾ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ട്രാൻസ്ഫർ പ്രൈസ് എടുത്തില്ലെങ്കിലും സെയിം പ്രോഫിറ്റ് ആണ്. ബിക്കോസ് ഒരു സ്ഥലത്ത് പ്ലസ് ഒരു സ്ഥലത്ത് മൈനസ്, അപ്പോൾ അത് 0 തന്നെ വരില്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻകം ഫോർ വൺ ഡിവിഷൻ, എക്സ്പെൻസ് ഫോർ അനദർ ഡിവിഷൻ. ഇറ്റ് ഇസ് നെയ്തർ ഫോർ ദി കമ്പനി. കമ്പനിക്ക് ഇത് രണ്ടും അല്ല. ക്ലിയർ അല്ലേ? ഇനി ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? കോസ്റ്റ് ഓഫ് മിൽക്കും കോസ്റ്റ് ഓഫ് ഐസ്ക്രീമിൻ്റെ സംഭവം മനസ്സിലായില്ല അല്ലേ? 1.5 ലക്ഷം പാക്കറ്റ് മിൽക്ക് എടുത്തത് എന്താണെന്ന് മനസ്സിലായി? 1 ലക്ഷം അല്ലേ സെല് ചെയ്തുള്ളത്, അതല്ലേ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ 1 ലക്ഷം പാക്കറ്റിൻ്റെ കോസ്റ്റ് എടുത്താൽ മതി. പക്ഷേ അപ്പോൾ 50,000 കപ്പ് ഐസ്ക്രീമിൻ്റെ വേരിയബിൾ കോസ്റ്റ് എടുക്കുമ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ ഈ 10 രൂപയുടെ കൂടി എന്തും കൂടെ ചേർക്കേണ്ടി വരും? മിൽക്കിൻ്റെ കോസ്റ്റും കൂടെ ചേർക്കണം. കാരണം മിൽക്കും ഐസ്ക്രീമിൻ്റെ ഒരു കോസ്റ്റാണ്. ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ മിൽക്കും വേണം. അപ്പോൾ 50,000 ഇൻറ്റു ഇവിടെ 15 ചേർക്കേണ്ടി വരും കേട്ടോ. ഇവിടെ നിങ്ങൾ എങ്ങാനും 1 ലക്ഷം എടുത്താൽ പോരെ? മതി, 1 ലക്ഷം എടുത്താൽ മതി, മിൽക്കിൻ്റെ മാത്രം വേരിയബിൾ കോസ്റ്റ്. പക്ഷേ അപ്പോൾ ഐസ്ക്രീമിൻ്റെ വേരിയബിൾ കോസ്റ്റ് എടുക്കുമ്പോൾ 50,000 പാക്കറ്റും മിൽക്കിൻ്റെ കോസ്റ്റ് ഇവിടെ എടുക്കേണ്ടി വരും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എടുക്കണം കേട്ടോ.
ഒന്ന് സമാധാനമായിട്ട് നോക്കുക, അപ്പോൾ അത് ക്ലിയർ ആവും. ശരി, ഒരു മിനിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ട്രാൻസ്ഫർ പ്രൈസ് ഇല്ലടാ, ഇപ്പം നമ്മൾ ചെയ്ത എക്സാമ്പിളിൽ ഇപ്പോൾ ട്രാൻസ്ഫർ പ്രൈസ് 20 രൂപയല്ലേ. ട്രാൻസ്ഫർ പ്രൈസ്, മിൽക്കിൻ്റെ ട്രാൻസ്ഫർ പ്രൈസ് 20 എന്നുള്ളത് 25 ആക്കിയാൽ കമ്പനിയുടെ പ്രോഫിറ്റ് എന്തൊക്കെ പറ്റും എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഓക്കെ, എന്താ ഞാൻ ചേഞ്ച് വരുത്താൻ പോണത്? നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ്, സോറി, ഒന്ന് ശ്രദ്ധിച്ചോ. എന്താ ഞാൻ ചേഞ്ച് വരുത്താൻ പോണത്? ട്രാൻസ്ഫർ പ്രൈസ് 20 ആയിരുന്നു, ചേഞ്ച് ചെയ്തോ, ട്രാൻസ്ഫർ പ്രൈസ് മാറ്റി. എനിക്കിതല്ല ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് വേണ്ടത്. ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ഇനി മുതൽ 25 വയ്ക്കാം. ഒരു പാക്കറ്റിൻ്റെ ട്രാൻസ്ഫർ പ്രൈസ് 25. എന്ത് സംഭവിക്കും? ഈസിയാണ്, 2 കാര്യങ്ങൾ സംഭവിക്കും. ഇവിടെ ഈ മിൽക്ക് ഡിവിഷനിൽ ഇൻകം കൂടും. 20 എന്നുള്ളത് 25 ആയി അല്ലേ, ഇൻകം കൂടും. പക്ഷേ അതേ ഫിഗർ ഇപ്പോൾ 50,000, ഇത് എത്ര വരും? ഇപ്പോൾ 50,000 × 25. ഇത് ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മതി, എഴുതിയെടുക്കണമെന്നില്ല. 12.5 ലക്ഷം അല്ലേ, ഇൻകം കൂടി, 2.5 ലക്ഷം ഇൻകം കൂടി. പക്ഷേ അതേ 12.5 ലക്ഷം മറ്റേ ഡിവിഷൻ, ഐസ്ക്രീം ഡിവിഷനിൽ എക്സ്പെൻസ് ആയിട്ട് വരും 12.5 ലക്ഷം. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഡിവിഷനിൽ ഇൻകം കൂടി, മറ്റേ ഡിവിഷനിൽ എക്സ്പെൻസ് കൂടി. സോ കമ്പനിയുടെ പ്രോഫിറ്റ്, ഓരോ ഡിവിഷൻ്റെ പ്രോഫിറ്റ് മാറും കേട്ടോ. ഒരു ഡിവിഷനിൽ 2.5 ലക്ഷം എക്സ്ട്രാ പ്രോഫിറ്റ് വരും, 2.5 ലക്ഷം എക്സ്ട്രാ പ്രോഫിറ്റ്. പക്ഷേ വേറൊരു ഡിവിഷൻ്റെ പ്രോഫിറ്റ് 2.5 ലക്ഷം കുറയും. ക്ലിയർ അല്ലേ? കമ്പനിയുടെ പ്രോഫിറ്റ് അതേപോലെ തന്നെ നിൽക്കും. ക്ലിയർ ആണോ? അപ്പോൾ ടി പി എന്ത് മാറ്റം വരുത്തിയാലും, ടി പി ഇൻക്രീസ് ചെയ്താൽ ഹയർ ടി പി ആണെങ്കിൽ സെല്ലിംഗ് ഡിവിഷന് പ്രോഫിറ്റ് വരും അല്ലേ, ഹയർ ടി പി സെല്ലിംഗ് ഡിവിഷന് പ്രോഫിറ്റ്. പക്ഷേ പർച്ചേസിംഗ് ഡിവിഷൻ്റെ പ്രോഫിറ്റ് കുറയും. അപ്പോൾ ടി പി മാറിയാൽ ഒരു ഡിവിഷനിൽ ഇൻകം വരും, ഒരു ഡിവിഷനിൽ എക്സ്പെൻസ് വരും. കമ്പനിയുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കത്തില്ല. ക്ലിയർ ആണോ? എന്ത് ഫിഗർ എടുത്താലും അങ്ങനെ സംഭവിക്കുള്ളൂ. ഇപ്പോൾ ടി പി 20 എന്നുള്ളത് കുറച്ച് ചെറുതാക്കി 10 ആക്കി, എന്ത് പറ്റും? ഒരു ഡിവിഷനിൽ ഓക്കെ പ്രോഫിറ്റ് കുറയും, വേറൊരു ഡിവിഷനിൽ പ്രോഫിറ്റ് കൂടും. ഇത്രേ ഉള്ളൂ. ടി പി എന്താണെന്ന് മനസ്സിലായി? ഇൻറ്റേർണൽ സെല്ലിംഗ് പ്രൈസ് ആണ്, പക്ഷേ അത് കമ്പനീനെ ബാധിക്കത്തില്ല. സോ ഐഡിയ മനസ്സിലായടോ? ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഈ എക്സാമ്പിൾ ഒന്ന് സമാധാനമായിട്ടൊക്കെ നോക്ക്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ചോദിക്കേണ്ടതെന്നൊക്കെ അറിയാമല്ലോ. എൻ്റെ നമ്പർ അതിൽ ജസ്റ്റ് വാട്സാപ്പ് ചെയ്ത് ഒരു വോയിസ് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. വാട്സാപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാം. ഓക്കെ, ശരി.